ഹായ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിനിമയും സിനിമാ നടന്മാരും. അതായത് ഒരു ഒരു എന്താ പറയുക, ഒരു ആയിരക്കണക്കിന് ആൾക്കാരുടെ എഫോർട്ടിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു നടനിലേക്ക് മാത്രം ആയിപ്പോണൊരു ഒരേ ഒരു ഫീൽഡ് എനിക്ക് തോന്നുന്നു സിനിമയെന്ന് തോന്നുന്നു. അതായത് നമുക്ക് അറിയാവുന്ന കേട്ടോ, അല്ലാത്ത ഒരുപാട് മേഖലകളുണ്ട്, എന്നാലും പെട്ടെന്ന് വിസിബിളായിട്ടുള്ളൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത് സിനിമയാണ്. ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബാഹുബലി സിനിമ എടുക്കാം. ബാഹുബലി സെറ്റൊക്കെ നിങ്ങൾ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഷൂട്ടിങ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത്രയും എഫേർട്ട്, അതായത് 100ഓളം ദിവസങ്ങളിൽ വർക്ക് ചെയ്ത് അതിൻ്റെ സെറ്റെല്ലാം റെഡിയായി ഫിനിഷ് ആയതിനു ശേഷം ലാസ്റ്റ് വരുന്ന വ്യക്തിയാണ് ഈ നടൻ എന്ന് പറഞ്ഞത്. ഈ നടൻ വന്ന് അഭിനയിക്കുന്നു, പോകുന്നു, പോയി കിടന്നുറങ്ങുന്നു. അതിൻ്റെ സംവിധായകനും എഡിറ്റേഴ്സും ഉറക്കമില്ലാതെ പണിയെടുത്ത് സ്ട്രെസ് അനുഭവിച്ച് ആ സിനിമ പുറത്തേക്ക് ഇറക്കുന്നു. ലാസ്റ്റ് ഈ പടത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഒരു നടനിലേക്ക് പോകണം. അല്ല, അങ്ങനെയല്ലേ? ഒരുമാതിരിപ്പെട്ട എല്ലാ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെയും ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നമല്ല അത് നമ്മൾ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ അവരങ്ങനെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾ കാണുന്ന ഈ പുറംചട്ട മാത്രമേ കാണുന്നുള്ളൂ. അതായത് അതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ അതിൻ്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്നുണ്ട്, എത്ര സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്ന് ആരും ഒന്നും അന്വേഷിക്കണില്ല. നമ്മുടെ ലൈഫിൽ അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും അവരെന്താ ഇതിൻ്റെ കുറവാണ്. പക്ഷേ അത്രയും സ്ട്രെസ്സ് അനുഭവിച്ചിട്ടാണ് കുറേ ആൾക്കാർ ആ ഒരു ഇതിനകത്തേക്ക് എത്തണേ. പക്ഷേ നമ്മൾ വിഷയത്തിൽ നിന്ന് പറയും, സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത്രയും ആൾക്കാരുടെ എഫേർട്ട്, അതായത് 100ഓളം ആൾക്കാർ ചത്തുകുത്തിരുന്ന് പണിയെടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് ഒരു നടനിലേക്ക് മാത്രം ഒതുങ്ങി പോകണം അല്ലേ? അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നടന്മാർ, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന സംവിധായകന്മാർ നല്ല പടങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തണില്ല. ജനങ്ങൾക്ക് വേണ്ടത് ഈ സ്റ്റാർ വാല്യൂ ഉള്ള സിനിമകൾ മാത്രമാണല്ലോ ജനങ്ങളായാലും OTT ആയാലും എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകളിങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ പൈസ ഇറക്കി, എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടും കുറേ ആൾക്കാരങ്ങനെ, നമുക്കറിയാവുന്ന കുറേ ആൾക്കാർ